പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെ വലിയ ദിവ്യ പ്രേമൊന്നുമല്ല ഈ ആയിഷയും വിനോദന്റെയും കൂട്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന പ്രണയം നമ്മുടെ ഈ ജെൻസി കുട്ടികൾക്കൊന്നും അധികം ഇങ്ങോട്ട് മനസ്സിലാവില്ല. അതായത് ഈ ഇൻസ്റ്റഗ്രാം, ടിൻഡർ, അരികെ തുടങ്ങിയ സാധനങ്ങളിലൊന്നും പ്രേമിക്കുന്ന കുട്ടികൾക്ക് ഇത് തീരെ മനസ്സിലാവില്ല. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 വരെ പോവാം. ബാക്ക് ടു കൊറോണ. ഓക്കെ, കൊറോണയ്ക്ക് മുൻപ് 2015, 14, 13 ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്താലേ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഭയങ്കര ആഗ്രഹവുമായിട്ട് കോളേജിലോട്ട് ചെല്ലുന്നു. ഞങ്ങൾക്കന്ന് കോളേജ് എന്ന് പറഞ്ഞാലേ തട്ടത്തിൽ പറയത്തില്ല, ഐഷ്യം വിനോദം പഠിച്ച കോളേജാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രേമത്തിന്റെ ഗ്രൗണ്ട് ഫൗണ്ടേഷൻ തന്നെ ഏകദേശം സെറ്റാണ്. നമ്മൾ കോളേജിലോട്ട് ചെല്ലുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രണയം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇപ്പോഴത്തേനോട്ട് വലിയ സെറ്റപ്പ് ഒന്നും നമ്മൾ നോക്കാറില്ലെന്നുണ്ടെങ്കിലും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എസ് പറയും. ഓക്കെ, പിന്നീടുള്ള ഒരു 2 മാസം എന്ന് പറഞ്ഞാല് കുറച്ച് നാൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അല്ലല്ലോ വർക്ക് ചെയ്യുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ ഒരു പെർസെന്റേജ് വരും. അപ്പം നമ്മൾ വിചാരിക്കും, അങ്ങനെ വിചാരിക്കാൻ കൂടെ പാടില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സ്നേഹിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെല്ലാം കൂടെ ഞെരുക്കി കൂട്ടി അങ്ങ് അകത്ത് കയറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് വരുന്ന ഒരേ ഒരു ചിന്ത എന്താണെന്ന് വിചാരിച്ചാല്, സ്നേഹമാണെങ്കിൽ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ആവാലോ. അവനോട് മിണ്ടരുത്, ഇവനോട് മിണ്ടരുത്, അവളോട് മിണ്ടരുത്, ഇവളോട് മിണ്ടരുത്, ഷാളിടണോട്ടോ, എന്നും കുളിച്ചിട്ട് തുളസി കതിരി വെക്കുന്ന കുട്ടിയാണ് കേട്ടോ എനിക്കിഷ്ടം. പഠിക്കാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, അവളെ നോക്കാൻ പാടില്ല, ഇവളെ നോക്കാൻ പാടില്ല, ഫേസ്ബുക്കിന്റെ പാസ്വേഡ് എനിക്ക് വേണം, ഷർട്ടിന്റെ ബട്ടൺസ് മുകളിൽ വരണം, അങ്ങനെ പലവിധ നിബന്ധനകളായി അങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ നമ്മുടെ മണ്ടയിൽ അടിച്ചേപ്പിക്കുക. അതുപോലെ നമ്മളും അടിച്ചേപ്പിക്കുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ടോക്സിക് ഫാക്ടറി. അങ്ങനെ പ്രണയം ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ 2 പേർക്കും അങ്ങോട്ട് എന്താ പറയുക, പുല്ല് വേണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് അങ്ങോട്ട് തോന്നും. കാര്യം 2 പേർക്കും വേണ്ടെങ്കിലും അപ്പുറത്ത് എന്നിട്ട് അവൻ വിചാരിക്കും ആദ്യം അവളെ തേക്കട്ടെ, അതാകുമ്പോ എനിക്ക് ജന്മാന്തരം അവളെ തേപ്പുകാരി എന്ന് വിളിക്കാലോ. ഇപ്പുറത്ത് എന്നിട്ട് അവൾ വിചാരിക്കും ആദ്യം അവൻ തേക്കട്ടെ, അപ്പൊ ജന്മാന്തരം എനിക്ക് അവനെ തേപ്പുകാരൻ എന്ന് വിളിക്കാലോ. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കൊളാബറേഷൻ നടക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ തേപ്പ് നടക്കുന്നത്? അവസാനം നമ്മൾ അങ്ങോട്ട് തേക്കുക എന്ന് വിചാരിച്ചോ, ആജീവനാന്തം പേരായി തേപ്പുകാരൻ അല്ലെങ്കിൽ തേപ്പുകാരി. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കാനൊന്നും നിൽക്കല്ലേ. പോയതൊക്കെ പോട്ട് തിരിച്ചു വിളിക്കണ്ട.